friends, welcome to the Mallu Geek YouTube channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയൊരു പ്രൊഡക്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്ത OPPO Reno 4 Proയും Vivo X50 Pro ഞാൻ എപ്പോഴും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ എനിക്ക് പുറത്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പം സാമ്പിൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡിലേ ആവും. എന്തായാലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ 2 ഫോണിന്റെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. എന്തായാലും ഇന്ന് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും പുതിയ ഓപ്പോയുടെ സ്മാർട്ട് വാച്ച് നമ്മളെ കിട്ടിയിട്ടുണ്ട്. അപ്പം സിമ്പിൾ ആയിട്ടുള്ള പേരാണ് OPPO വാച്ച് എന്നാണ് OPPO ഇതിനെ വിളിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ക്വിക്കായിട്ട് ഒരു അൺബോക്സിംഗിലേക്ക് കിടക്കാം. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്നും ബാക്കി എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഇന്ത്യയിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ 2 വെർഷൻസ് ആണ്. ഒന്ന് OPPO വാച്ചിന്റെ 41mm വേരിയന്റും അതിനാണ് വിലക്കുറവ്. പിന്നെ നമുക്കുള്ളത് 46mm വേരിയന്റ് ആണ്, കുറച്ചുകൂടെ വലിപ്പമുള്ളത്. അപ്പം നമ്മളെ കിട്ടിയിരിക്കുന്നത് 46mm വേരിയന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പം എന്തായാലും നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ OPPO വാച്ച് 46mm വേരിയന്റിന്റെ നമ്മുടെ റീറ്റെയിൽ ബോക്സ്. അപ്പോൾ ബോക്സ് നല്ല സിമ്പിളായിട്ട് എലിഗന്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. നമുക്ക് ബാക്കിൽ ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിക്കളയാം. മോഡൽ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. വൈഫൈ ഓൺലി ആണ്. നമുക്ക് ഇന്ത്യയിൽ 2 വാച്ചും നമുക്ക് വൈഫൈ വേരിയന്റിലാണ് ഇന്ത്യയിൽ കിട്ടുന്നത്. ചൈനയിലൊക്കെ ആണെങ്കിൽ അവർക്ക് LTE വെർഷൻ 4G സപ്പോർട്ടുള്ള വേരിയന്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തൽക്കാലം OPPO ലോഞ്ച് ചെയ്തിരിക്കുന്ന 41mm 46mm വൈഫൈ വേരിയൻസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് അറിയാം, ഇത് കളർ ബ്ലാക്ക് ആണ്. വൈഫൈ സപ്പോർട്ട്, ബ്ലൂടൂത്ത് വെർഷൻ 4.2, ബ്ലൂടൂത്ത് ലോ എനർജി സപ്പോർട്ട് ഉണ്ട്. വെയിറ്റ് ഒരു 40 ഗ്രാമിനോളം അടുത്ത് വരും. സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന പ്രൈസ് 24,990 ആണ്. പക്ഷേ ഇന്ത്യയിൽ ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് 19,990 ആണ്. അതാണ് MRP ലോഞ്ച് പ്രൈസ്. ചിലപ്പം 3-4 മാസം കഴിഞ്ഞ് ഇതിന്റെ വില കുറഞ്ഞിരിക്കാം. ചൈനയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് അസംബിൾ ചെയ്തിരിക്കുന്ന ഇന്ത്യയിലല്ല. അപ്പോൾ ഓപ്പോയുടെ സ്മാർട്ട് ഫോൺസ് ഒക്കെ നമുക്കറിയാം, OPPO Reno 4 Proയും ബാക്കി പുതിയ സ്മാർട്ട് ഫോൺസ് എല്ലാം ഇന്ത്യയിലാണ് അസംബിൾ ചെയ്യുന്നത്. പക്ഷേ അവരുടെ സ്മാർട്ട് വാച്ചിൻ്റെയും ബാക്കി പ്രൊഡക്ട്സുകളുടെയും അസംബ്ലി ഇതുവരെ ഇന്ത്യയിൽ തുടങ്ങിയിട്ടില്ല. അപ്പം ഈ പ്രൊഡക്ട്സ് എല്ലാം കംപ്ലീറ്റ് ചൈനീസ് ഇമ്പോർട്ട്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ആപ്പിൾ വാച്ചിൻ്റെ ഒരു ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തന്നെ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ആ വാച്ച് തന്നെയാണ് ഫ്രണ്ടിൽ അവർ വെച്ചിരിക്കുന്നത്. നമ്മൾ ക്വിക്കായിട്ട് വാച്ച് എടുത്ത് ഇതിൻ്റെ ഒരു ഡിസൈൻ ഓവർവ്യൂ ഒക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് വേറെ എന്തൊക്കെ ബോക്സിനുള്ളിൽ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. എന്തെങ്കിലും ആക്സസറീസ് നമ്മൾ സ്മാർട്ട് ഫോൺ തരുന്ന പോലെ വേറെ ആക്സസറീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ചാർജിങ് കേബിളും ചാർജിങ് ഡോക്കും ആണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വാച്ച് കയറ്റി വെച്ച് നമ്മൾ ഓവർനൈറ്റ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ബാറ്ററി തീരുവാണെങ്കിൽ ചാർജ് ചെയ്യാൻ വെക്കുന്ന ചാർജിങ് പാഡ് അവർ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഒക്കെ ആയിരിക്കും. അപ്പം പ്രൊഡക്റ്റ് നെയിം ഉണ്ട്, OPPO വാച്ച് 46mm ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണിത്. പിന്നെ സേഫ്റ്റി ഗൈഡും നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നോക്കിക്കളയാം. എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. മെയിൻ ഫീച്ചേഴ്സൊക്കെ ഇവിടെയാണ്. ഒരു ഹോം ബട്ടണും ഒരു മൾട്ടി ഫങ്ഷൻ ബട്ടണും പിന്നെ സ്റ്റോപ്പ് റിലീസ് ബട്ടൺ ഉണ്ട് ഇവിടെ. പിന്നെ ഹാർട്ട് റേറ്റ് സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ ഹാർട്ടിൻ്റെ റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ഈ സ്മാർട്ട് വാച്ചിലുണ്ട്. ഇത് നമ്മുടെ ചാർജിങ് കണക്ടേഴ്സാണ്. സ്ട്രാപ്പ് റിലീസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പല തരത്തിലുള്ള പല കളേഴ്സിലുള്ള സ്ട്രാപ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അതിനെ റിലീസ് ചെയ്യുന്ന ബട്ടണാണ് ഇവിടെ, റിലീസ് ചെയ്യുന്ന സ്വിച്ച്. പിന്നെ ബട്ടൺസ്, ഇതിൻ്റെ ഫങ്ഷണാലിറ്റി എല്ലാമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രസ് ടു ഗോ ടു ഹോം സ്ക്രീൻ ഓർ വാച്ച് ഫേസ്, പ്രസ് ആൻഡ് ഹോൾഡ് 1.5 ടു വേക്ക്, ഗൂഗിൾ അസിസ്റ്റൻറ്റ്. അപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് സപ്പോർട്ട് ഉണ്ട്. അപ്പം ഗൂഗിളിൽ തന്നെ ആൻഡ്രോയിഡ് ബേസ്ഡ് ആയ WearOS ആണിത് റൺ ചെയ്യുന്നത്. ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ കമ്പയർ ചെയ്യുന്നത് ആപ്പിൾ വാച്ച് ഒക്കെ തന്നെയാണ്. ആപ്പിൾ വാച്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതുപോലത്തെ സിമിലർ ഫീച്ചേഴ്സ് ആണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യുന്ന എബിലിറ്റി എല്ലാം ഉണ്ട്. ബാക്കി ഇതിനെക്കുറിച്ച് സ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ ഡുവൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാച്ചിൻ്റെ ആ ഡിസൈൻ ആസ്പെക്ട് പറയുമ്പോൾ വാച്ച് കയ്യിൽ എടുത്തുകൊണ്ട് പറയുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് വാച്ചിലേക്ക് പോകാം. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു പരിചയക്കുറവുണ്ട് സ്മാർട്ട് വാച്ചിൻ്റെ കാര്യത്തിൽ. സ്മാർട്ട് ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും റിവ്യൂവിന് വേണ്ടി കിട്ടുന്നതാണ്. പക്ഷേ സ്മാർട്ട് വാച്ചിൻ്റെ കാര്യം അതുപോലല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്ക്രീൻ പ്രൊട്ടക്ടർ അങ്ങ് എടുത്ത് മാറ്റി ഇതിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം.
നല്ല വെൽ ബിൽട്ട് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നല്ല ഹൈ ക്വാളിറ്റിയാണ്. അപ്പോൾ പണ്ടൊരു നമ്മുടെ ഒരു ബിലീഫ് ഉണ്ടായിരുന്നു ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് എല്ലാം ഒരു ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്ട്സ് ആണ്. പക്ഷേ ഇപ്പം ഒരു 10 വർഷത്തിനുള്ളിൽ അവർ കംപ്ലീറ്റ് മാറ്റി മറിച്ചിരിക്കുകയാണ്. അവരുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ബാക്കി ടെക്നോളജിക്കൽ അഡ്വാൻസ് എന്ന് നമ്മൾ വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ കിട്ടിയിരിക്കുന്ന സ്ട്രാപ്പ് നല്ല ഹൈ ക്വാളിറ്റിയാണ്, നല്ല തിക്നെസ് ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊന്നും അത് ഡാമേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ സ്ട്രാപ്പ് ഇവർക്ക് ഈ ബോക്സിനുള്ളിൽ തന്നെ നൽകായിരുന്നു. ഇനി നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സ്പെൻഡ് ചെയ്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ അസ്യൂം ചെയ്യുന്നത് ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ ഓൺ ആവാമെന്നാണ്. അപ്പം അങ്ങനെ തന്നെ ഓൺ ആയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് ഒരു മൈനർ സെറ്റപ്പ് പ്രോസസ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിക്കളയാം സ്മാർട്ട് വാച്ചിൻ്റെ സെറ്റപ്പ് പ്രോസസ്സ് എങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് വൈഫൈയിലേക്ക് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ഡിസൈൻ ആസ്പെക്റ്റിന് വേണ്ടി വേണമെങ്കിൽ പറയാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഡുവൽ കർവ്ഡ് ആണ്. അപ്പം നമുക്ക് ഈ വെർഷൻ 46mm വേരിയൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഡുവൽ കർവ് ഡിസ്പ്ലേ കിട്ടുന്നത്. അപ്പോൾ ഓപ്പോ ക്ലെയിം ചെയ്യുന്ന ഇത് ലോകത്ത് തന്നെ ആദ്യത്തെ ഡുവൽ കർവ്ഡ് 3D ഡിസ്പ്ലേ ഉള്ള ഒരു വാച്ചാണ് ഓപ്പോ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ സൈഡിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ബട്ടൺസ് ആണ്, ഒരു ഹോം ബട്ടണും. ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ലാംഗ്വേജ് ഇവർ ചൈനീസിലാണ് ആദ്യം തന്നെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ലാംഗ്വേജ് സെറ്റിങ്ങിൽ പോയി നമുക്ക് ആദ്യം ഇംഗ്ലീഷ് എടുത്ത് കളയാം. ആദ്യം ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓപ്പോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് നമ്മുടെ ഫോണിൽ WearOS അതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കത് തന്നെ നമ്മുടെ OPPO Reno 4 Proയിൽ തന്നെ നമുക്കത് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവർ ഡീറ്റെയിൽ ആയിട്ട് പറയും എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന്. സ്റ്റാർട്ട് സെറ്റപ്പ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക, ടേൺ ഓൺ ബ്ലൂടൂത്ത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും OPPO Watch E360 നമുക്ക് അപ്പിയർ ആയി. അത് സെലക്ട് ചെയ്യുക. ഇനി അത് ഓട്ടോമാറ്റിക്കലി 2 പ്രൊഡക്ട്സും പെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫോണിൽ സെറ്റപ്പ് ചെയ്യാനാണ് വാച്ച് പറയുന്നത്. അപ്പം അത് വാച്ചിൻ്റെ സ്പെസിഫിക്കേഷൻസും ബാക്കി അതിൻ്റെ അവൈലബിൾ ഫീച്ചേഴ്സ് എല്ലാം അനലൈസ് ചെയ്ത് അപ്പം നമുക്ക് അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യേണ്ടി വരും. ഒരു അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്ത് അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് എനേബിൾ ആവുമെന്ന് പറയാൻ പറ്റും. നമുക്ക് വാച്ച് ഉപയോഗിച്ച് തന്നെ നമുക്ക് വാച്ചിൽ വെച്ച് ചാറ്റ് ചെയ്യാൻ പറ്റും. സെൻഡ് മെസ്സേജസ് ഫ്രം യുവർ വാച്ച് എന്നൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ വാച്ച് സെറ്റപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ ഇതിൽ നമുക്ക് ബാക്കി കുറേ ഫീച്ചേഴ്സ് എന്തൊക്കെ ഫോട്ടോസ് ഒക്കെ എവിടെ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ക്വിക്ക് ടിപ്സ് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് വാച്ച് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ആ ടിപ്സ് സെക്ഷനിൽ പോയി നമുക്ക് വായിക്കാം. അപ്പോൾ നമ്മൾ സെറ്റപ്പ് പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് ഫീച്ചേഴ്സിനെ പറ്റി ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ കുറച്ച് ആദ്യം ഒരു ബുദ്ധിമുട്ട് കാണും. അതിനുവേണ്ടി അവർ കുറച്ച് ഫീച്ചേഴ്സ് അവർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പം സ്വൈപ്പ് ഇൻ ഈച്ച് ഡയറക്ഷൻ ടു ആക്സസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഡിസ്കവർ യുവർ ടൈൽസ്, ഇവിടെ ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റും, ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ എത്ര സ്റ്റെപ്സ് എടുത്ത്, ഡെയിലി സ്റ്റെപ്സ്, വർക്കൗട്ട് ടൈം എത്ര ചെയ്തു, എത്ര കാലറീസ് നിങ്ങൾ ബേൺ ചെയ്തു, ആക്ടിവിറ്റി സെഷൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആക്സസ് ഉണ്ട്. പിന്നെ എന്തൊക്കെ ഇവൻ്റ് ആണ്, പിന്നെ വെതർ കണ്ടീഷൻ എങ്ങനെയാണ്, പിന്നെ ഒരു ഡെയിലി കോഴ്സ്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഹോം ബട്ടണിൽ പോവുകയാണെങ്കിൽ നമുക്ക് ബാക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ അത് തന്നെയാണ്. പിന്നെ ഇവിടെ ടാപ്പ് ടു മെഷർ, ഇതൊന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് അവർ ഡേറ്റ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഹാർട്ട് റേറ്റ് ആണ്. ഇത് നമ്മൾ വെയർ ചെയ്താലേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇപ്പം നമ്മളത് ചെയ്യുന്നില്ല, നമുക്കിപ്പോൾ അത് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കി ഫീച്ചേഴ്സിലേക്ക് പോകാം. ഡെയിലി ആക്ടിവിറ്റി, ടാപ്പ് ടു മെഷർ, നോ റെക്കോർഡ്സ്. ഇപ്പോൾ എല്ലാം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാം ബ്ലാങ്ക് ആണ്. എത്ര സ്ലീപ്പ് ട്രാക്കിങ് നല്ലൊരു ഫീച്ചറാണ്. അത് എന്തായാലും എനിക്ക് യൂസ് ചെയ്യാതെ എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എനിക്ക് വാച്ച് എപ്പോഴും കെട്ടിക്കൊണ്ട് കിടക്കേണ്ടി വരും എന്നുള്ളൊരു ഇതുണ്ട്. എന്തായാലും നമ്മുടെ ഹാർട്ട് റേറ്റ് എല്ലാം അത് ലൈവായിട്ട് മെഷർ ചെയ്യുന്നുള്ളത് നല്ലൊരു നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിൻ്റെ ഒരു അപ്ഡേറ്റ്, ഡെയിലി അപ്ഡേറ്റ് ഈ വാച്ച് കൊണ്ട് നിങ്ങൾക്കത് നൽകുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ള ഒരു വാച്ചാണ്. അപ്പം ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത്രയും ഫാസ്റ്റ് ചാർജിങ് സ്പീഡൊന്നും കാണില്ല, കാരണം ബാറ്ററി കപ്പാസിറ്റി ചെറുതാണ്. എനിക്ക് തോന്നുന്നത് 300 or 430 mAh ഏതാണ്ടാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ ആ ബാറ്ററിക്കും ചാർജ് ചെയ്യാൻ ഏതാണ്ട് 70 മിനിറ്റാണ് ഓപ്പോ ക്ലെയിം ചെയ്തിരിക്കുന്നത്.
പിന്നെ നല്ല ഡിസ്പ്ലേ ആണ്, ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നല്ല ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ ഉണ്ട്. 1.91 ഇഞ്ച് AMOLED പാനലാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് WearOS ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഓൺലൈൻ മ്യൂസിക് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, മൊബൈൽ പേയ്മെൻറ്റ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, പിന്നെ സ്കെഡ്യൂൾസ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. 24 ഹാർട്ട് റേറ്റ് മോണിറ്റർ, അത് നല്ല കീ ഫീച്ചറാണ്. 24 മണിക്കൂർ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഇതിന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സസൈസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫോൺ എവിടെയാണ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു. പിന്നെ എൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 21 ദിവസത്തെ ഒരു ബാറ്ററി ലൈഫാണ് ഓപ്പോ ക്ലെയിം ചെയ്തിരിക്കുന്നത്. 36 hours ഓഫ് ബാറ്ററി ലൈഫ് ഇൻ സ്മാർട്ട് മോഡ് എന്നാണ് പറഞ്ഞത്. കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ ഓൺ ചെയ്ത് 36 മണിക്കൂർ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 15 മിനിറ്റ് ചാർജ് കൊണ്ട് തന്നെ 46% ചാർജ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ 50 മീറ്റർ വരെ നിങ്ങൾക്ക് വെള്ളത്തിൽ പോവുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇത് വാച്ച് വെയർ ചെയ്തുകൊണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകാൻ പറ്റുന്നതാണ്. സ്ലീപ്പ് മോണിറ്ററിങ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഗെറ്റപ്പ് റിമൈൻഡർ ഫീച്ചറുണ്ട്, ബ്രീതിങ് എക്സസൈസ് ഗൈഡ്സ്, അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചർ പാക്ഡ് ആണ്. അപ്പോൾ എനിക്ക് തന്നെ ഇതിപ്പം യൂസ് ചെയ്യാതെ ഈ ഫീച്ചേഴ്സിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ ഞാനൊരു വീഡിയോ ഫോമിൽ ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാണ്. പിന്നെ ബാക്കി എന്തെങ്കിലും ഞാൻ ഇവിടെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഞാനൊരു സപ്ലിമെൻ്ററി വീഡിയോ ഉണ്ടാക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു ഓപ്പോ സ്മാർട്ട് വാച്ചിൻ്റെ പറ്റി. അപ്പോൾ ഇതിൻ്റെ ഞാൻ പ്രൈസ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു കളയാം. ഓപ്പോ സ്മാർട്ട് വാച്ച് നമുക്ക് കിട്ടുന്നത് 2 വെർഷൻസിലാണ്. ഒരു 41mm വേരിയൻറ്റും ഒരു 46mm വേരിയൻറ്റും. ഇത് നമ്മുടെ കയ്യിലുള്ളത് 46mm വേരിയൻ്റ് ആണ്. കുറച്ചുകൂടെ വില കൂടിയ ഒരു ഡിവൈസാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 19,990 ആണ്. 41mm വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 14,990 ആയിരിക്കും. അപ്പം ആ വാച്ചിന് വേറെ നിങ്ങൾക്ക് കുറേ സ്മാർട്ട് വാച്ചിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ല ലുക്ക്, ഒരു ആപ്പിൾ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ലുക്ക്, ആപ്പിൾ വാച്ചിൻ്റെ ഒരു ലുക്ക് കിട്ടുന്ന ഒരു ഡിവൈസാണ്. എന്നാൽ നല്ല ഹൈ ക്വാളിറ്റി ഡിവൈസ് തന്നെയാണ്. അവർക്ക് ആക്ച്വലി ആപ്പിളിൻ്റെ ആ ഡിസൈൻ കോപ്പി ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കാരണം ഓപ്പോയുടെ ഡിസൈൻ കേപ്പബിലിറ്റി നല്ല വേൾഡ് ക്ലാസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അവർ ആപ്പിൾ വാച്ചിൻ്റെ ഡിസൈനാണ് ഇൻസ്പയർ ചെയ്തെങ്കിലും വാച്ച് ഇൻഡിപെൻഡൻ്റ്ലി യൂസ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസ് ചെയ്താലേ എനിക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റും ആധികാരികമായി. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്ന 2-3 ആഴ്ചയെങ്കിലും എടുക്കും എന്തായാലും. അപ്പം അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് മോസ്റ്റ്ലി നമ്മുടെ OPPO Reno 4 Pro നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ റിവ്യൂയും പിന്നെ X50 Pro ഇതിൻ്റെ റിവ്യൂ 2 പെൻഡിങ് ആണെന്ന് എനിക്കറിയാം. അപ്പം മിക്കവാറും ഞാൻ OPPO Reno 4 Proയുടെ വീഡിയോ ആയിരിക്കും ആദ്യം ഇടുന്നത്. ഈ ആഴ്ച തന്നെ നമ്മുടെ OPPO Reno 4 Proയുടെ വീഡിയോ വരുന്നതായിരിക്കും ഫുൾ റിവ്യൂ ആയിട്ട്. അതിനുശേഷം നമ്മൾ Vivo X50 Proയുടെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയായിരുന്നു എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക, ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് വരാൻ പോകുന്നത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പം അതൊക്കെയുള്ളൂ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.